നമസ്കാരം. നമുക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഫെസ്റ്റിവലിൽ, മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ മംഗോളിയൻ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത് കാണുകയുണ്ടായി. ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ പോകാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. മംഗോളിയ നമുക്കറിയാമല്ലോ. അതും ഇതുപോലെ തന്നെ വിദൂരമായ പ്രദേശം, അധികം ആളുകൾ സഞ്ചാരികളായിട്ട് എത്താത്തൊരു സ്ഥലമാണ്. മംഗോളിയയിലേക്ക് പോകുന്നത് ഞാൻ ട്രാൻസൈബീരിയൻ യാത്രയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മംഗോളിയയിൽ ചെല്ലുമ്പോൾ അവിടെ പല കാഴ്ചകളുണ്ട്. ഉലാൻ ബാത്താർ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനം, അവിടെ ചരിത്രവും സ്ഥലങ്ങൾ, പിന്നെ ചെങ്കിസ് ഖാന്റെ കൂറ്റയുടെ ഒരു പ്രതിമയുണ്ട്, ഒരു സിൽവർ പ്രതിമ. അതിന്റെ മുകളിൽ വരെ നമുക്ക് കയറാം. കൂറ്റിന്റെ ഒരു പ്രതിമയാണ്, വലിയൊരു പ്രതിമ. എനിക്ക് തോന്നുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാളൊക്കെ വലിപ്പമുള്ള ഒരു പ്രതിമയാണ്. അവരുടെ ഒരു ഐക്കണായിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഒരു 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 ശില്പമാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഉൾനാട്ടിലേക്ക്, ഗോപി മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ യൂത്തുകൾ എന്ന് പറയുന്ന വട്ടക്കൂടാരങ്ങളാണ് ഇത് വസിക്കുന്നത്. ഇപ്പോഴും ഈ ഉലാൻ ബാത്താർ പട്ടണത്തിൽ മാത്രമേ മനുഷ്യര് വീടുകളിൽ വസിക്കുന്നുള്ളൂ. ഞാൻ ആ പോയ സമയത്തൊക്കെ ഉലാൻ ബാത്താർ പട്ടണത്തിലും അതിന്റെ പരിസരത്തും മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ താമസിക്കുന്ന തരം വീടുകൾ. ബാക്കി ഗ്രാമങ്ങൾ മുഴുവൻ ഈ കൂടാരങ്ങളാണ്. അവരെത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇത്തരം പട്ടണത്തിലുള്ള കൂടാരങ്ങളിലാണ് വസിക്കുന്നത്. ഇവരെല്ലാം ആട്ടിടയന്മാര്, ഇങ്ങനെ മേയിച്ച് നടക്കുന്ന നാടോടികളാണ്. അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് കുറെ ആടുണ്ടാവും, കുറെ കുതിരകളുണ്ടാവും. പ്രധാനമായിട്ട് കുതിരകളാണ്. കുതിരകൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംസവും പാലും കുതിരയുടെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കുതിരയെ മേയിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് നിരവധി കുതിരകളുണ്ടാവും. ഇവര് യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ്. ഈ യുട്ടെന്ന് പറയുന്ന ഈ കൂടാരം ഉണ്ടാക്കാൻ ഇവർക്ക് 2-3 മണിക്കൂർ മതി. വീട്ടിലെ ഓരോ അംഗത്തിനും അതിലെ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് നേരത്തെ ട്രെയിൻഡാണ്. അപ്പോൾ ഓരോ ഭാഗവും ഓരോരുത്തർ ചെയ്ത് തീരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ ക്യാമ്പ് റെഡിയാവും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഒക്കെ. അത് നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു ശീലമാണ്. അങ്ങനെ ഈ ഗോപി മരുഭൂമിയിലെ ഒരു യൂത്ത് ക്യാമ്പിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു കുതിര ഫാമുള്ള, അല്ലെങ്കിൽ കുതിരയെ വളർത്തുന്ന ഒരു നാടോടി കുടുംബത്തിന്റെ ഫാമാണ്, അവിടെ വീടാണ്. അവർ സ്വീകരിച്ചു. അപ്പൊ എന്റെ കൂടെ ഒരു ട്രാൻസ്ലേറ്ററും ഒരു ഡ്രൈവറും ഒക്കെ അയാളുണ്ട്. അയാൾ പോയി കഥയൊക്കെ പറഞ്ഞു. അവർ കുറച്ച് പൈസ കൊടുത്തു. അപ്പോൾ വീടിനകത്തേക്ക് ക്ഷണിച്ചു. വീട്ടിനകത്ത് സൽക്കാരം തുടങ്ങുകയാണ്. അവിടെ കുതിരയിറച്ചിയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള കറി ഉണ്ടായിക്കൊണ്ടിരിക്കുക വൈകിട്ടത്തേക്ക്. നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ ഒരു ഇത്തിരി നല്ല വെള്ളം വളരെ കൂടുതലുള്ള, മസാലയൊക്കെ വളരെ കുറഞ്ഞ കുതിരയിറച്ചിയും ഉരുളക്കിഴങ്ങും ഒരല്പം കലങ്ങിയ ഒരു വെള്ളത്തിനകത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മുറിയുടെ നടുക്കാണ്, വട്ടത്തിലാണ് കൂടാരം. അതിൻ്റെ ഒത്ത നടുക്കാണ് അടുപ്പ്. ആ അടുപ്പ് തന്നെ ഇവരുടെ മുറി ചൂടാക്കാനുള്ള ഫെസിലിറ്റിയും കൂടിയാണ്. അതിന്റെ നടുക്കുന്ന ഒരു കുഴൽ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് പുക പുറത്തേക്ക് പോവുക. ഈ അടുപ്പ് 24 മണിക്കൂർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എങ്കിലും അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ രസകരമായ ഒരു വൈകുന്നേരമായിരുന്നു അവിടെ. ബ്രെഡ്, ഈ പറഞ്ഞ ഇവരുടെ ഈ കുതിരയിറച്ചിയുടെ ഭക്ഷണം, അതുകൂടാതെ തന്നെ വേറൊരു രസകരമായ സാധനം ഇവിടെ കൊണ്ടുവന്നു. കുതിരപ്പാല് കൊണ്ട് ഇവരുണ്ടാക്കുന്ന ഒരു മദ്യമുണ്ട്. നമ്മുടെ നാടൻ തെങ്ങിൻ കള്ളിന്റെ അതേ രുചിയാണ്. അവര് കോപ്പകളിൽ കൊണ്ടുവന്ന് തരും. അപ്പൊ ഇതെന്താ സംഭവം? കുതിരയുടെ പാലാണെന്ന് പറഞ്ഞു. കുടിച്ചു നോക്കുമ്പോൾ ശരിക്കുള്ള കള്ളാണ്, ശരിക്കുള്ള ഈ തെങ്ങിൻ കള്ളിന്റെ രുചി. ഈ കുതിരപ്പാലിന്റെ ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു മദ്യമാണ്. അതാണ് അവരുടെ ഒരു പ്രധാന പാനീയം. ഞാനിപ്പോ സംസാരിക്കും, മുഖം കാണുന്നുണ്ട്, ചിലരുടെ മുഖം ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രതികരണം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കുതിരപ്പാല് ഇതും കഴിച്ചു.